ഓം ശാന്തി 24/1/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ ഒരു ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കൂ, എങ്കിൽ ബാബ നിങ്ങൾക്ക് ഉത്തരവാദിയായിരിക്കും. ബാബയുടെ ഡയറക്ഷനാണ് നടക്കുമ്പോഴും തിരിയുമ്പോഴും എന്നെ ഓർമ്മിക്കൂ എന്നത്. ബാബ നൽകുന്ന ജ്ഞാനം പുതിയതാണ്. അതുപോലെ ബാബ നൽകുന്ന ശ്രീമത്തും പുതിയതാണ്. അതായത് ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശ്രീമതമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒഴുക്കിനെതിരെ നീന്തുകയാണ്. ഇങ്ങനെ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നാം എന്ത് വിശ്വാസത്തിലാണ് മുന്നോട്ട് നീന്തുന്നത്? അത് ബാബയിലുള്ള വിശ്വാസമാണ്. എന്ത് ബാബ പറഞ്ഞുവോ അത് നാം അനുസരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉത്തരവാദി ബാബയാണ്. നമ്മളിൽ നിന്ന് എന്തെങ്കിലും പിഴ സംഭവിച്ചാൽ തന്നെയും അത് ബാബ തന്നെ ശരിയാക്കും. ബാബയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഡയറക്ഷനാണ് നടക്കുമ്പോഴും തിരിയുമ്പോഴും ബാബയെ തന്നെ ഓർമ്മിക്കൂ എന്നതാണ്. എല്ലാ സമയവും ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മളിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കാതിരിക്കും. നമ്മൾ തെറ്റില്ലാത്തവരായി സത്യുഗത്തിന് യോഗ്യരായി മാറും. ചോദ്യം: നല്ല ഗുണവാനായിട്ടുള്ള കുട്ടികളുടെ മുഖ്യ അടയാളം എന്താണ്? ഉത്തരം: അവർ മുള്ളുകളെ പുഷ്പമാക്കുന്നതിനുള്ള നല്ല സേവനം ചെയ്യും. ആർക്കും മുള്ളേൽപ്പിക്കില്ല, ഒരിക്കലും പരസ്പരം വഴക്കടിക്കില്ല, ആർക്കും ദുഃഖം കൊടുക്കില്ല. ദുഃഖം കൊടുക്കുന്നതും മുള്ള് കൊള്ളിക്കുകയാണ്. ബാബയുടെ നല്ല ഗുണവാനായിട്ടുള്ള കുട്ടികൾ ബാബയെ സേവനത്തിൽ പൂർണ്ണമായും സഹായിക്കും. എന്താണോ ബാബയുടെ കർത്തവ്യം അത് സ്വന്തം കർത്തവ്യമെന്ന് മനസ്സിലാക്കും. ബാബയുടെ കർത്തവ്യമാണ് മുള്ളുകളെ പുഷ്പമാക്കുക എന്നത്. നല്ല ഗുണവാനായിട്ടുള്ള കുട്ടികളും ഇത് തന്നെയാണ് തൻ്റെയും കർത്തവ്യമെന്ന് മനസ്സിലാക്കി മുള്ളുകളെ പുഷ്പമാക്കുന്നതിനുള്ള സേവനം ചെയ്യും. അവരുടെ അടയാളമായിരിക്കും അവർ ഒരിക്കലും മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കില്ല, അല്ലെങ്കിൽ വഴക്കടിക്കില്ല, ദുഃഖം കൊടുക്കില്ല. കാരണം മറ്റൊരാത്മാവിന് ദുഃഖം കൊടുക്കുക എന്നാൽ മുള്ള് കൊള്ളിക്കുക എന്നാണ് അർത്ഥം. അത് രാവണനെ സഹായിക്കുന്നതിന് തുല്യമാണ്. ബാബ വരുന്നത് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നതിനാണ്. ആ സേവനം തന്നെയായിരിക്കും അവരും ചെയ്യുക. അവരൊരിക്കലും ദുഃഖം കൊടുക്കില്ല, അവർ എല്ലാവർക്കും സുഖം മാത്രമേ കൊടുക്കുള്ളൂ. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നല്ല ഗുണവാനായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത്. ഗീതം ഈ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു ബാബയുടെ ഓർമ്മയിൽ മോസ്റ്റ് ലവ്ലി ആകണം. നടക്കുമ്പോഴും തിരിയുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മയിലിരിക്കുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യണം. ബാബയുടെ ഓർമ്മയിലും സന്തോഷത്തിലും പ്രഫുല്ലിതമായിരിക്കണം. 2. ഓരോ കാൽവയ്പിലും ഈശ്വരീയ ഡയറക്ഷൻ അനുസരിച്ച് ഓരോ കാര്യം ചെയ്യണം. തൻ്റെ അഹംഭാവം കാട്ടരുത്. തലതിരിഞ്ഞ ഒരു കർമ്മവും ചെയ്യരുത്. തളരരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഒരു ബാബയുടെ ഓർമ്മയിൽ വളരെ ലവ്ലി ആയി മാറണം. ലവ്ലി എന്നാൽ പ്രിയപ്പെട്ടത്, സ്നേഹിയായിട്ടുള്ളത്. അത് എല്ലാവർക്കും സ്നേഹിയായിരിക്കും. അതിനായി മനസ്സ് ശാന്തമാക്കണം, ശീതളമാക്കണം, മാധുര്യം നിറഞ്ഞവരാകണം. നടക്കുമ്പോഴും തിരിയുമ്പോഴും എല്ലാ കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മ എങ്ങനെ നിലനിർത്താം എന്നതിൽ പ്രാക്ടീസ് ചെയ്യണം. ബാബയുടെ ഓർമ്മയിലിരിക്കണം, സന്തോഷത്തിലും ഇരിക്കണം. ആ ഒരു സന്തോഷം മുഖത്ത് കാണപ്പെടണം. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഓരോ കാൽവയ്പും ഈശ്വരീയ നിർദ്ദേശമനുസരിച്ച് ചെയ്യണം. തൻ്റെ അഹങ്കാരം ഒരിക്കലും കാട്ടരുത്. അഹങ്കാരം വരികയാണെങ്കിൽ കർമ്മം തെറ്റാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരിക്കലും തൻ്റെ കർമ്മം തെറ്റാക്കരുത്.
അത് വികർമ്മമായി തീരും. അതിന് 100 മടങ്ങ് ശിക്ഷയും ലഭിക്കും. ഒരിക്കലും നാം ആശയക്കുഴപ്പത്തിൽ വരരുത്. ഒരിക്കലും തളരരുത്. വരദാനം: സാധാരണ കർമ്മം ചെയ്തുകൊണ്ടും ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന സദാ ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബ സാധാരണ ശരീരമെടുക്കുന്നു, ഏതുപോലെ നിങ്ങൾ സംസാരിക്കുന്നു അതുപോലെ തന്നെ സംസാരിക്കുന്നു, അതുപോലെ തന്നെ നടക്കുന്നു. എങ്കിലും കർമ്മം സാധാരണമാകട്ടെ, എന്നാൽ സ്ഥിതി ഉയർന്നതായിരിക്കുന്നു. ഇതുപോലെ താങ്കൾ കുട്ടികളുടെയും സ്ഥിതി സദാ ഉയർന്നതായിരിക്കണം. ഡബിൾ ലൈറ്റായി ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് സാധാരണ കർമ്മം ചെയ്യൂ. സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. അവതരിച്ച അവതാരമായി ശ്രേഷ്ഠ കർമ്മം ചെയ്യാനായി വന്നിരിക്കുകയാണ്. അപ്പോൾ സാധാരണ കർമ്മവും അലൗകിക കർമ്മത്തിലേക്ക് പരിവർത്തനപ്പെടും. ബാബ സാധാരണ ശരീരത്തിൽ വന്ന് സാധാരണ ഭാഷ സംസാരിച്ചുകൊണ്ടും ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ നമ്മളും അവതരിച്ച ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ശ്രേഷ്ഠ കർമ്മം ചെയ്യാനായി വന്നിരിക്കുകയാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ ഈ ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് കർമ്മം ചെയ്യുന്നതിലൂടെ സാധാരണ കർമ്മവും അലൗകിക കർമ്മമായി പരിവർത്തനപ്പെടും. സ്ലോഗൻ: ആത്മീയ ദൃഷ്ടി വൃത്തി അഭ്യസിക്കുന്നവർക്ക് പവിത്രത സഹജമായി ധാരണ ചെയ്യാൻ സാധിക്കും. പവിത്രത ധാരണ ചെയ്യുന്നതിന് ആത്മീയ ദൃഷ്ടിയും വൃത്തിയും ആവശ്യമാണ്. ഞാൻ ആത്മാവ് ആത്മാവിനോട് സംസാരിക്കുന്നു, ആത്മാവിനെ കാണുന്നു എന്നതാണ് ആത്മീയ ദൃഷ്ടി. ഞാൻ ആത്മാവ്, ലോകത്തിലെല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്, ആത്മാവാണ്, പുരുഷരാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ആത്മീയ വൃത്തി. ഇവ രണ്ടും പവിത്രത ജീവിതത്തിൽ ധാരണ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. ഓം ശാന്തി.